നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. തൻ്റെ മുറിയിൽ കട്ടിലാകെ അസ്വസ്ഥയായി ഇരിപ്പാണ് രാധ. ഇന്നലെ ശിവ അവരോട് സാറയെ പറ്റി അന്വേഷിച്ചു. എനിക്കറിയാം, ഞാൻ പറയുന്ന സാറാൻ്റെ തന്നെയാണ് അമ്മയുടെ പഴയ ബെസ്റ്റ് ഫ്രണ്ട് എന്ന്. ഞാനിപ്പോൾ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഞാൻ ഭദ്രയിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കും. അപ്പം അമ്മ എന്നോട് അവരെ പറ്റിയും അവർക്ക് മാൽവിക തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും മുഴുവൻ പറയണം. ശിവ പോകും മുന്നേ പറഞ്ഞിട്ട് പോയ വാക്കുകൾ അവർ ഓർത്തു. ഈശ്വര, എന്ത് പറയും ഞാൻ അവനോട് സാറയെ പറ്റി? പറഞ്ഞു തുടങ്ങിയ എല്ലാം പറയേണ്ടി വരില്ലേ? സാറേ എബിച്ചായനെ ജീവൻ തുല്യ സ്നേഹിച്ച അച്ചായൻ്റെ പെണ്ണായിരുന്നൊക്കെ രാധ വിഷമത്തോടെ സ്വയം പറഞ്ഞു. രാവിലെ ശിവയും മനുവും കരിങ്കിൽ കോറിയിലായിരുന്നു. അവരുടെ വക്കീലുണ്ട് അവിടെ. 30 വർഷത്തേക്ക് ആൽഫി ലീസിനെടുത്തിരിക്കുന്ന കല്ല് കോറിയാണ്. എന്നാൽ അവിടുത്തെ ഒരു ലോക്കൽ നേതാവ് കുറച്ച് ആളുകളുടെ സഹായത്തോടെ ആ കോറി അയാൾക്ക് ലഭിക്കാൻ വേണ്ടി ലാൻഡ്സ്കേപ്പ് വയലേഷൻ എന്ന് പറഞ്ഞ് സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. ശിവ, ഞാൻ പറഞ്ഞല്ലോ, കോടതിയിൽ ഒരു കുഴപ്പമില്ല. ലീഗലി ആൽഫിയുടേതാണ് ഈ പ്രോപ്പർട്ടി. പിന്നെ ആ നേതാവും ഗുണ്ടകളും കാരണം കോറി തുറന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതാ ഇപ്പോൾ പ്രശ്നം. നമുക്ക് ആൽഫിയെ അറിയിച്ചാലോ? അവനിപ്പോൾ ഇങ്ങോട്ട് വരുത്താൻ പറ്റുന്ന സാഹചര്യമില്ല വക്കീല്. എന്തായാലും ഒരു കാര്യം ചെയ്യും, സ്റ്റേ പിൻവലിക്കാനുള്ള ഓർഡർ നാളെയോട് റെഡിയാക്കണം. പിന്നെ ഇവിടുത്തെ കാര്യം ഞാൻ പണിക്കാരോടൊന്ന് സംസാരിക്കട്ടെ. ശിവ വക്കീലിനോട് പറഞ്ഞു അയാൾ തലയാട്ടി. അതെല്ലാം കേട്ടുകൊണ്ട് അവർക്കടുത്ത് കുറച്ച് മാറി അനുഭവം തന്നു. ശിവ സർ. പെട്ടെന്ന് അങ്ങോട്ട് വന്ന രാജീവ് അവനെ വിളിച്ചു. കോറിയുടെ മാനേജറാണ് രാജീവ്. എന്താ രാജീവ താമസിച്ചത്? സോറി സർ, വൈഫിന് സുഖമില്ലായിരുന്നു. പിന്നെ മക്കളെയും കൊണ്ടാ ഞാനിങ്ങോട്ട് ഇറങ്ങി. അതാ താമസിച്ചത്. സോറി. രാജീവ് പറഞ്ഞതും ശിവ ഒന്ന് മൂടി. പിന്നെ ശിവയും രാജീവും വക്കീലും ഓരോന്ന് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അനു തൻ്റെ കണ്ണുകളൊന്ന് പുറകോട്ട് പായിച്ചു. അപ്പോൾ കണ്ടു രാജീവിൻ്റെ ബൈക്കിനടുത്ത് നിന്ന് കളിക്കുന്ന 2 കുട്ടികളെ. ഇരട്ട കുട്ടികളാണ്, പെൺകുട്ടികൾ. അവൾ പതിയെ ആ കുട്ടികളുടെ അടുത്തേക്ക് നടന്നു. ഹായ്. ആന അവൾക്കടുത്തേക്ക് ചെന്ന് വിളിച്ചതും കുട്ടികൾ അവളെ നോക്കി. പരിചയമില്ലാത്തത് കൊണ്ട് അവരൊന്ന് പേടിച്ചു. അത് മനസ്സിലായ അനു തൻ്റെ ബാഗിൽ നിന്ന് 2 ചോക്ലേറ്റ് എടുത്ത് അവർക്ക് നേരെ നീട്ടി. താങ്ക് യു ആൻറ്റി. ചോക്ലേറ്റ് കിട്ടിയ സന്തോഷത്തിൽ കുഞ്ഞുങ്ങൾ 2 പേരും ഒരേ സ്വരത്തിൽ അവളോട് നന്ദി പറഞ്ഞു. ആനൊരു ചിരിയോട് അവർക്കൊപ്പം നിന്ന് അവരോട് ഓരോന്ന് ചോദിക്കാനും പറയാനും തുടങ്ങി. വക്കീല് രാജീവുമായുള്ള സംസാരത്തിനിടയിൽ ഇടയ്ക്ക് കണ്ണുതിരി ശിവ നോക്കിയതും കണ്ടത് കുട്ടികളുമായി കളി പറഞ്ഞ് ചിരിച്ച് നടക്കുന്ന അനുവിനെയാണ്. ആ കാഴ്ച കണ്ടവൻ ഒരു നിമിഷം സ്റ്റക്കായി. ശിവേട്ട, ശിവേട്ട എഴുന്നേറ്റ്. ഇതെന്തു ഉറക്ക ശിവേട്ട, എഴുന്നേൽക്ക്. കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ശിവയുടെ പുറത്ത് ചാടി കയറിയിരുന്ന് അവന്റെ തോളിൽ പിടിച്ച് കുലുക്കി വിളിക്കുവാണ് അവൻ. എന്തുവാ പെണ്ണെ, ഓഫീസിൽ ഇതിന്റെ ആംഗ്ലിയോ സൗകര്യം തരില്ല. വീട്ടിൽ വന്നൊന്ന് ഉറങ്ങാന്ന് വെച്ചാൽ നീയും ഒന്ന് പോയേ പെണ്ണെ. മുഷിപ്പോടെ പറഞ്ഞുകൊണ്ട് ശിവ മുഖം തലയിലേക്ക് പൂഴ്ത്തി. എന്റെ ശിവേട്ട, നിങ്ങൾ മര്യാദയ്ക്ക് എഴുന്നേറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയണ, നമ്മുടെ പിള്ളേരുടെ കാര്യ. പിള്ളേരോ? ഏത് പിള്ളേര്? ആനു പറഞ്ഞത് കേട്ട് ഞെട്ടിയ ശിവ തിരിഞ്ഞെഴുന്നേറ്റ് ചോദിച്ചതും അവന്റെ പുറത്ത് കയറി കിടന്ന ആനു ഉരുണ്ട് കട്ടിലിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി. അയ്യോ എന്റെ കായ്, ദുഷ്ട, ഒന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞൂടെ? ഭിത്തിയിൽ ചെന്നിടിച്ച ആനു തോള് പൊത്തിപ്പിടിച്ച് ശിവയോട് കല്ലിച്ചു. സോറി കണ്ണേ, ഒരാവേശത്തിൽ തിരിഞ്ഞതാ. അല്ല, നീ എന്താ പറഞ്ഞേ? അവളെ പിടിച്ചവൻ ചോദിച്ചു. ശിവേട്ടാ, ഇന്നലെ രാത്രിയിലേ ഞാനൊരു ഏർക്കിൾ വായിച്ചു. അതിലെന്താ പറഞ്ഞെന്ന് അറിയോ? 30 വയസ്സ് കഴിഞ്ഞ് പ്രസവിച്ച സ്ത്രീകളുടെ സൗന്ദര്യം കുറയുന്നു. അതിനാരവളെ പ്രസവിക്കാൻ നിൽക്കുന്നേ? അവന് നേരെ ഇരുന്ന് വലിയ കാര്യം പോലെ അവൾ പറഞ്ഞതും ശിവ മനസ്സിലാകാതെ ചോദിച്ചു. എന്റെ കാര്യം ശിവട്ട പറഞ്ഞേ? കല്യാണം കഴിഞ്ഞാൽ മിനിമം 3 പേരാ കുട്ടികൾ വേണമെന്നല്ലേ രാധമ്മ പറഞ്ഞ്. എന്റെ ഡിഗ്രിയും MBAയും പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞാലേ ശിവേട്ട എന്നെ കേട്ടൊന്നും പറഞ്ഞ്. അപ്പൊ എന്തായാലും 14 വയസ്സാവും. സോ ടെക്നിക്കലി 30 വയസ്സിന് മുന്നേ 3 പിള്ളേരെ കിട്ടാൻ പാടാ. വലിയ കാര്യം പോലെ അവൾ പറയുന്നത് കേട്ട് അവന് ചിരി പൊട്ടി. അതുകൊണ്ടേ ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചു. എന്ത്? ശിവപുരികമൊന്ന് പോക്കി അവൾക്ക് അടുത്തേക്ക് കുറച്ചുകൂടെ നീങ്ങിയിരുന്നു. ഒറ്റ പ്രസവത്തിലെ 3 പിള്ളേരെ പ്രസവിക്കണം. അതിനെന്റെ ശിവേട്ടൻ രാപകലിച്ചിരി കഷ്ടപ്പെടണം. ചെയ്യോ ശിവേട്ട? അവന്റെ ടീഷർട്ടിന്റെ ബട്ടൺസിൽ കൈവിരൽ കുരുത്തി അവൾ കൊഞ്ചലോട് ചോദിച്ചു. നിനക്ക് വയസ്സ് എത്രയായി? 19. 19ാമത്തെ വയസ്സിൽ അവൾ പ്രസവിക്കുന്നത് എങ്ങനെയാണെന്ന് ഗൂഗിൾ ചെയ്യാൻ നോക്കുന്നേ അല്ലേ? ഏതിട്ട് കോളേജിൽ പോകുന്ന ഒരു കോപ്പേ. ശിവ അനുവിനിട്ടൊരു ചവിട്ട് കൊടുത്തു. അവൾ ചുണ്ടുപുളത്തി കട്ടിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ തിരിഞ്ഞു. എന്താ? അവൻ വിളിച്ചതും പെണ്ണ് ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കി.
2 കൊല്ലം കൂടുമ്പോൾ ഓരോ പിള്ളേരെ പ്രസവിച്ചാൽ മതി പെണ്ണെ 3 കുട്ടികളുണ്ടാവാൻ. അങ്ങനെയാകുമ്പോൾ എനിക്കും ഇത്തിരി ഗ്യാപ്പിട്ട് പണിയെടുക്കാമല്ലോ. കണ്ണിൽ കുസൃതി ഒളിപ്പിച്ച് ചിരിയോടെ അവൻ പറഞ്ഞതും പെണ്ണിന്റെ മുഖം വിട്ടിരുന്നു. സത്യം ആടി. അവൻ ചിരിയോടെ പറഞ്ഞതും അടുത്ത സെക്കൻഡ് അവന് തിരിഞ്ഞവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നു. അവനും 2 കൈകൾ കൊണ്ടും അവളെയും പൊതിഞ്ഞു പിടിച്ചു. പെട്ടെന്ന് സൈഡിൽ കൂടി പോയൊരു വണ്ടിയുടെ ഹോണടി ശിവയെ ആ പഴയ ഓർമ്മയിൽ നിന്നും വെളിയിലേക്ക് കൊണ്ടുവന്നു. അവൻ അനുവിനെയും കുഞ്ഞുങ്ങളെയും ചിരിയോടെ നോക്കി. എന്നിട്ട് വീണ്ടും രാജവുമായിട്ടുള്ള സംഭാഷണത്തിലേക്ക് പോയി. ആൽവിനെയും കുഞ്ഞിപ്പെണ്ണ് സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഒരു ഷോപ്പിംഗ് കാർട്ടിൽ ഇരിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ്. ആൽബി തള്ളി നടപ്പുണ്ട്. പോകുന്ന വഴി കുഞ്ഞിപ്പെണ്ണ് ചൂണ്ടി വേണമെന്ന് കാണിക്കുന്നതൊക്കെ അവൻ വാങ്ങുന്നുണ്ട്. നീ ഇത് കണ്ടുകൊണ്ട് അപ്പനെയും മോളെയും നോക്കി കണ്ടെടുത്തു. അപ്പൊ ഞങ്ങൾ ഈ നാട്ടുകാരില്ലെന്നൊരു ഭാവം വിട്ട് രണ്ടും അവിടുന്ന് മുങ്ങും. ഇതാണ് അവിടെ നടക്കുന്നത്. മോളെ ഇവാനിയല്ലേ? വെജിറ്റബിൾ സെക്ഷനിൽ നിൽക്കുമ്പോഴാണ് നീ ഒരു പ്രായമായ സ്ത്രീ വന്ന് വിളിച്ച്. എനിക്ക് മനസ്സിലായില്ല. അവൾ പറഞ്ഞു. ഞാൻ മനുവിന്റെ അമ്മയാ, മോളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന. അവർ സ്വയം പരിചയപ്പെടുത്തിയത് നീയുടെ മുഖമൊന്ന് വിളറി. അപ്പോഴാണ് അവൾക്ക് അടുത്തേക്ക് വരുന്ന മനുവിനെയും അവൾ കണ്ടത്. അമ്മച്ചി എന്നെ പണിയെ കാണിച്ചേ, പറയാതെ പോന്നു. ഞാൻ ഈ കൊച്ചിനെ ദൂരെ നിന്ന് കണ്ടടാ, അതാ ഇതിനോട് മിണ്ടാൻ ഓടി വന്നേ. മനു ചോദിച്ചതും അവൻ നീയെ നോക്കി ചിരിയോടെ പറഞ്ഞു. നീയേക്കാകൊരു വെപ്രാളമായി. അവരിപ്പോൾ എന്താണ് എന്നോട് സംസാരിക്കുന്ന അവർ ഓർത്തു. മോളുടെ ഫോട്ടോ ഒരിക്കലും ഇവർ കാണിച്ചു തന്നിട്ടുണ്ട്. അന്നേ കൊച്ചിന് അമ്മച്ചിക്ക് ഇഷ്ടമായതാ, അതാ മോളെ കണ്ട് ഞാൻ ഓടി വന്നേ. ഇവൻ എപ്പോഴും മോളെ പറ്റി പറയായിരുന്നു. അല്ല, ഇവൻ മോളോട് പറഞ്ഞല്ലോ അല്ലേ അവന്റെ ഇഷ്ടത്തെക്കുറിച്ച്? അവരൊരു ചിരിയോടെ ചോദിച്ചത് നീയെ മനുവിനെ ദേഷ്യത്തിൽ നോക്കി. അവൻ പതിയെ അമ്മച്ചി ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് കണ്ടുകൊണ്ട് കാണിച്ച് അവളോട് സോറി പറഞ്ഞു. ഇവൻ എല്ലാ കാര്യങ്ങളിട്ട് വൈകിപ്പിക്കും. മോൾക്ക് അറിയോ, അപ്പനില്ലാത്ത 2 അനിയത്തിമാരെയും കെട്ടിച്ച് വിട്ടിട്ടാ ഇപ്പൊ സ്വന്തം കാര്യം പോലെ ഇവൻ ചിന്തിച്ച്. അങ്ങനെ ഇവനൊരു ആഗ്രഹം പറഞ്ഞപ്പോ അമ്മച്ചി എതിർത്തുമില്ല. അതുപോലെ ഇഷ്ടാ മോളെ ഇവന്. നീയെ പിടിച്ചുകൊണ്ടവർ പറഞ്ഞതും നീ അസഹ്യമായി നിന്നു. അവൾ കണ്ണുകൾ ആൽബിക്കായി ചുറ്റും പരതി. അമ്മച്ചിങ്ങ് വന്നേ, നമുക്ക് പോകാം. നീയുടെ അസ്വസ്ഥത മനസ്സിലായ മനു അമ്മയെ പിടിച്ചുകൊണ്ട് പോവാൻ നോക്കി. മോളെ ഉടനെ ഒരു മറുപടി പറയണം കേട്ടോ, എന്റെ ചെക്കന് ഇപ്പൊ തന്നെ പിടിവിട്ടിരിക്കുക മോളെ കേട്ടാൻ. മനു പിടിച്ചുകൊണ്ട് പോകുന്നതിന്റെ തമാശ കണക്ക് അവൻ വീണ്ടും പറഞ്ഞു. നീ അവർ നോക്കി ചിരിച്ചെന്ന് വരുത്തിയിട്ട് മനുവിനെ കൂർപ്പിച്ചെന്ന് നോക്കി. ഈ മനസ്സാനത് എന്തിന്റെ കേടാ? മനുവും അമ്മയും അങ്ങ് പോയതും അവൾ സ്വയം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു. അപ്പോഴാണ് തനിക്ക് പുറകെ നിൽക്കുന്ന ആൽഫിയെ അവൾ കാണുന്നത്. ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന അവനെ കണ്ടതും ഇപ്പൊ ഇവിടെ നടന്നൊക്കെ അവൻ കേട്ടെന്ന് അവൾക്ക് ഉറപ്പായി. അത് അവര് പോകാം, നീ അവനോട് പറഞ്ഞു തുടങ്ങും മുന്നേ കടുത്ത സ്വരത്തിൽ അവളോടായി പറഞ്ഞു. ആൽഫി മോളെയും കൊണ്ട് ബില്ലിങ്ങിലേക്ക് പോയി. തലക്കൊന്ന് സ്വയം അടിച്ചുകൊണ്ട് നീയും അവിടെ പിറകെ പോയി. ചെന്നൈ എയർപോർട്ടിൽ ചെക്കൗട്ട് ചെയ്ത് വൃദ്ധ പുറത്തിറങ്ങി. പുറത്തവരെ കാത്തിരുന്ന അവരുടെ മാനേജർ സുധീർ അവർക്കടുത്തേക്ക് ഓടിച്ചെന്നു. മിസ്റ്റർ ആൽഫ്രഡിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചല്ലോ അല്ലേ സുധീർ? യെസ് മാഡം. ആൽഫി മാത്രമല്ല, ഈവാനെയും അയൽക്കൊപ്പുണ്ട്. ഗുഡ്, എനിക്ക് എത്രയും വേഗം ഇവരെ കാണണം, ഉടനെ. സുധീർ പറഞ്ഞു കേട്ട വൃന്ദ അയാളോട് പറഞ്ഞു. അമ്മ ഇപ്പൊ ചംചാച്ച അങ്കില്, ഇന്നാലും മോൾക്ക് ബലൂണി വാങ്ങിയത് അങ്കിലല്ലേ? കയ്യിലിരിക്കുന്ന ലോലിപ്പോപ്പ് നക്കുന്നതിനിടയിൽ നീയുടെ മടിയിൽ നിന്ന് കുഞ്ഞിപ്പെണ്ണ് അവളോട് ചോദിച്ചു. സൂപ്പർ മാർക്കറ്റിൽ നിന്നും തിരികെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് ആൽഫിയും നീയും കുഞ്ഞും. കുഞ്ഞിയുടെ ചോദ്യം കേട്ട് നീയെ പെട്ടെന്ന് വണ്ടി ഓടിക്കുന്ന ആൽഫിയെ നോക്കി. മുഖമെല്ലാം വലിഞ്ഞു മുറുകി ചുവന്ന് ദേഷ്യത്തോടെയാണ് വണ്ടി ഓടിക്കുന്നത്. സ്റ്റോറിൽ വെച്ച് മനസാറും അമ്മയും തന്നോട് സംസാരിച്ചതൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ വെച്ചേ മുഖം ഇങ്ങനെ കടന്നിൽ കടിച്ചതുപോലെ ചുവന്നിരിക്കുന്നു. കുഞ്ഞി കൂടെയുള്ളത് കൊണ്ടാകും തന്നോട് അവിടെ വെച്ചോ തിരിച്ച് വണ്ടിയിൽ കയറുമ്പോഴോ ഒന്നും അതിനെപ്പറ്റി സംസാരിക്കുകയോ ചോദിക്കുകയോ ചെയ്തില്ല. മസിൽ പിടിച്ച പോലെ മോളെയും എടുത്ത് ഒറ്റ നടപ്പായിരുന്നു. ശരിക്കും വല്ലാത്തൊരു ഇഷ്ടം തോന്നി കുശുമോണ്ട് ചുവന്ന് കയറിയിരിക്കുന്ന ആ മുഖം കാണാൻ. ആ നീലക്കണ്ണുകൾ പണ്ടേ തൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ടാവും കണ്ണ് ചുവക്കുമ്പോൾ അവൾക്ക് അല്ലാത്തൊരു ഭംഗി തോന്നും. നീ ആൽബിയുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടി ഓർത്തു. പാരമ്മേ, അന്ന് നമ്മൾ പാക്കി വെച്ച് കണ്ട അങ്കിലല്ലേ അത്? ആൽബിയെ തന്നെ നോക്കിയിരിക്കുന്ന നീയെ തോണ്ടി വീണ്ടും കുഞ്ഞിപ്പെണ്ണ് ചോദിച്ചു. ഒരിക്കൽ നീയെ മോളെയും കൊണ്ട് പാർക്കിൽ നിൽക്കുമ്പോൾ മാൻ അവരുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുകയും കുഞ്ഞിപ്പെണ്ണ് മിഠായും ബലൂണൊക്കെ വാങ്ങി കൊടുത്തിരുന്നു. ആ ഓർമ്മയാണ് കുഞ്ഞിക്ക്. അതെല്ലോ, നമ്മൾ അന്ന് കണ്ട ആ അങ്കിൾ തന്നെയാ അത്. കുഞ്ഞൂസ് അന്നേ പറഞ്ഞില്ലേ അമ്മയോട് അത് നല്ല അങ്കിളാണെന്ന്? ഇടം കണ്ടാൽ ആൽബിയെ നോക്കിക്കൊണ്ട് നീയ പറഞ്ഞു. നോക്കുന്നില്ലെങ്കിലും അവൾ കുഞ്ഞിനോട് പറയുന്നതൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾക്ക് അറിയാം. ആ അങ്കിൾ അമ്മയുടെ ഇപ്പൊ എൻ്റെ ആഞ്ഞോ?
അതെ, ആ അങ്കിൾ അമ്മയുടെ നല്ല ഫ്രണ്ടാ. നല്ല അങ്കിളല്ലേ അത്? അതുകൊണ്ടാണോ അമ്മയോട് സംസാരിച്ചേ? അങ്കിള് ഗുഡ് അങ്കിളാണ് അമ്മയെ? കുഞ്ഞിപ്പെണ്ണ് നീയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അതെ, അമ്മയുമായി നല്ല കൂട്ടാ അങ്കിള്. അതുപോലെ അങ്കിള് ഗുഡ് കെയറിങ് ആണ്. പിന്നെ എൻ്റെ കുഞ്ഞിയൊക്കെ നല്ല ഇഷ്ടാ. ആൽഫിയുടെ റിയാക്ഷൻ കാണാൻ വേണ്ടി നീയെ വീണ്ടും വീണ്ടും മനുവിനെ പൊക്കിയടിച്ച് കുഞ്ഞിയോട് പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ പറയുന്നത് കേട്ട ആൽഫിയുടെ കൈകൾ സ്റ്റിയറിംഗിൽ അമർന്നു. പൊതുവെ കുഞ്ഞു വണ്ടിയിലുള്ളപ്പോൾ പതിയെ പോകുന്നവൻ ഇന്ന് 100-ൽ കൊടുത്ത് വണ്ടി സ്പീഡിൽ വിട്ടു. നീക്ക് ചിരി വന്നു. കണ്ട പെണ്ണുങ്ങളോടൊക്കെ സ്വീകരിക്കാൻ നിന്നാല് കുറച്ച് കുശുമ്പ് കൂത്തട്ടെ. അവൾ ചുണ്ട് കൂട്ടി പിടിച്ച് ചിരിയടക്കി മനസ്സിലോർത്തു. നീ ആസ്വദിക്കുകയായിരുന്നു ആൽഫിയുടെ ഈ വശവും. ദേ മാമാച്ചി. ഫ്ളാറ്റിലെ പാർക്കിങ്ങിലേക്ക് കാർ ഒതുക്കിയതും അവിടെ വെളിയിൽ നിൽക്കുന്ന വിനുവിനെ കണ്ട് കുഞ്ഞിപ്പണ്ട് കൈ ചൂണ്ടി ഇറങ്ങി. ദാ മാമ. നീയെ കാർ ഡോർ തുറന്നതും കുഞ്ഞുറക്കെ വിളിച്ചു. ഏയ് കാന്താരി. കുഞ്ഞിപ്പണ്ട് വിളി കേട്ട വിനു ഓടി അവൾക്ക് അടുത്തേക്ക് വന്നു. അമ്മേ, ഞാൻ വിച്ചുവിൻ്റെ കൂര് പോത്തേ. പോക്കോ. കുഞ്ഞ് ചോദിച്ചതും നീയെ ചിരിയോടെ സമ്മതം കൊടുത്തു. അത് കേൾക്കേണ്ട താമസം കുഞ്ഞ് വിനുവിൻ്റെ അരികിലേക്ക് ഓടി. വിനു അവളെ വാരിയെടുത്ത് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്ലാറ്റിനുള്ളിലേക്ക് പോയി. അവർ രണ്ടുപേരും പോകുന്നത് ഒരു ചിരിയോടെ നോക്കിയിട്ട് കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്നും ഷോപ്പിംഗ് കവറുകൾ എടുക്കാനായി നീ തിരിഞ്ഞതും പെട്ടെന്ന് അവൾ എടുപ്പ് വഴി പിടിച്ചു വലിച്ച് ഒറ്റ കറക്കത്തിൽ അടുത്തുള്ള പില്ലോയിലേക്ക് ചേർത്ത് നീങ്ങി ആൽഫി. ഒരു നിമിഷം അവന്റെ പ്രവൃത്തിയിലൊന്ന് വിറച്ചു പോയി പെണ്ണ്. ഏയ്, എന്നടി കാറി വെച്ച് എന്റെ കൊച്ചിനോട് പറഞ്ഞു കൊടുത്തേ നീ? ചുവന്ന കയറിയ തന്റെ മുഖം അവളുടെ മുഖത്തിലേക്ക് അടുപ്പിച്ച് അവൻ ചോദിച്ചു. അത്രയും അടുത്ത് നിന്ന് അവന്റെ ചുടുശ്വാസം മുഖത്തടിച്ചതും നീയുടെ ശരീരം വിറച്ചു. അവന്റെ ചുടുകൈ ഇടുപ്പിൽ അമർന്നതും ഹൃദയമെടുപ്പ് കൂടിയതുപോലെ അത് വേഗത്തിൽ ശബ്ദിക്കാൻ തുടങ്ങി. എന്തു പറഞ്ഞോ? അങ്ങനെ ഇല്ലാത്തൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ എന്തിനും ഏതും ചാടി കേൾക്കാൻ വരുന്ന ദി ഗ്രേറ്റ് ആൽഫ്രഡ് ഡേവിഡിനെക്കാളും ഭേദ എന്റെ മനസ്സാറ്. പതറാതെ അവന്റെ കണ്ണിൽ നോക്കി ഇതിരി കുറുമ്പോടെ നീയെ പറഞ്ഞു. ഡേയ്. അവൻ അവളുടെ കവളിയെ കുത്തിപ്പിടിച്ചു. അത്ര ബലമായി ഇരിക്കാതെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്റെയാ, ഈ ആൽഫിയുടെ മാത്രം. നിന്നോടൊരളവിൽ കൂടുതൽ ഒരുത്തരും ഇടപെടേണ്ട, കേട്ടല്ലോ? ഇനി നിന്റെ വായിൽ നിന്നും മറ്റൊരുത്തനെ പ്രശംസിച്ച് പറയുന്ന പോലും ഞാൻ കേട്ടാ. പിന്നെ അവന്റെ ജാതകവും കൂടിയൊന്നും ഞാൻ നോക്കില്ല ആൽഫി. കാത്തിച്ച് കളയും ഞാൻ അവനെ, പറഞ്ഞേക്കാം. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ മേലെയുള്ള പിടിവിട്ട് അവൻ പാഞ്ഞകത്തേക്ക് പോയി. ഓ എന്റെ കർത്താവേ, ഈ മരങ്ങോടം കടുവിട്ട് അടുത്തൊരു കളി പറയാനും പറ്റില്ല. എന്നാലും കുശുമ്പ് വരെ നിൽക്കുന്ന ആ മുഖം കാണാൻ കൊള്ളാം. ഉള്ളിൽ നിറഞ്ഞു വന്ന സന്തോഷത്തോടെ നീയെ തിരിച്ചുകൊണ്ട് പറഞ്ഞു.